ആ അമ്മു. ആ അമ്മ അറിഞ്ഞോ? എന്താടി ഇന്ന് ചേട്ടായിയുടെ ബർത്ത്ഡേ. ആഹാ, ഇന്ന് വൈകിട്ട് ചേട്ടായി വരുമ്പോ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കണം. അതിപ്പോ ഞാൻ എന്ത് പറയാനാ? അതൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങിക്കണം. അതിന് ഞാൻ കുറച്ച് കഴിയുമ്പോ പോകും കേട്ടോ. ആ ശരി. എന്തായാലും സർപ്രൈസ് ആണ്. ഓക്കെ, അമ്മാരടുത്തും പറയരുതേ. ഇല്ലടി. അല്ല, അമ്മ ചേട്ടായിക്ക് വിഷ് ചെയ്യുന്നില്ലേ? ഞാനോ? ഞാനിപ്പോ വിളിക്കാം. അയ്യോ, അവനെ വിളിക്കണമെന്ന് പറഞ്ഞല്ലോ, മറന്നും പോയി. വെച്ചേക്കാം. ഹലോ മോനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ മോൻ എപ്പോഴാ വരുന്നേ? ആണോ? ഇവിടെ നിന്റെ ഭാര്യ എന്തൊക്കെയോ സർപ്രൈസ് ഒക്കെ ഒരുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിനൊക്കെ ഓർഡർ ചെയ്തോന്ന് തോന്നുന്നു. എന്തായാലും മോൻ ഇവിടെ വരുമ്പോ കാണാലോ. ആ വേഗം വരണേ. പിന്നെയും വേറെന്തൊക്കെയോ സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. മോന് ഡ്രസ്സ് എന്തൊക്കെയോ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. ശരി മോനെ. ശരി. എന്താ മോളെ, അമ്മ എന്ത് പണിയായി കാണിച്ചേ? എന്തിനാ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ ചേട്ടായോട് പറയാൻ പോയെ? ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞാലല്ലേ അവന് സന്തോഷാവൂ. അതിന് ഇവിടെ വരുമ്പോഴല്ലേ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ശരിക്കും സന്തോഷാവോ? ആണോ? ഒരു കാര്യം ചെയ്താലോ? ഞാൻ മോനെ വിളിച്ച് സർപ്രൈസ് ഒന്നും ഇല്ലെന്ന് പറയാം. വേണ്ട, ഒന്നും പറയണ്ട. വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയല്ലോ ദൈവമേ.